പാലക്കാട് കഞ്ചിക്കോട് മദ്യക്കമ്പനി വിവാദത്തിൽ സർക്കാരിനെതിരെ ക്രൈസ്തവ സഭകൾ. സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് KCBC ആവശ്യപ്പെട്ടു. നിയമവശം നോക്കി കോടതിയെ സമീപിക്കുമെന്ന് മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്തയും പറഞ്ഞു. എന്നാൽ വ്യവസായ സംരംഭം വരുമ്പോൾ നെഗറ്റീവായി ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിലപാട്. കഞ്ചിക്കോട് മദ്യക്കമ്പനി വിവാദത്തിൽ സർക്കാരിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം കത്തിക്കയറുമ്പോൾ ക്രൈസ്തവ സഭകളും നിലപാട് വ്യക്തമാക്കുകയാണ്. മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയ തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്ന് KCBC മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് യുഹാനോൻ തെയോഡോഷ്യസ് ആവശ്യപ്പെട്ടു. മദ്യനയത്തിനെതിരാണ് സർക്കാർ തീരുമാനമെന്നും മുഖ്യമന്ത്രിക്ക് വിഷയത്തിൽ നിവേദനം നൽകുമെന്നും KCBC അറിയിച്ചു. നിശ്ചയമായിട്ടും ഇപ്പോൾ പാലക്കാട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്ന ഈ ബ്രൂവറിക്കെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉടനീളം കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസും കൗൺസിലും അതുപോലെ മദ്യവിരുദ്ധ സമിതികളും ഒന്നു ചേർന്ന് നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഗവൺമെന്റ് പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറണം. മദ്യക്കമ്പനി വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും നിയമവശങ്ങൾ നോക്കി കോടതിയെ സമീപിക്കുമെന്നും മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ വ്യക്തമാക്കി. മദ്യം ശരീരത്തിന് ആപത്താണെന്ന് കുപ്പിയുടെ മുകളിൽ എഴുതി വെച്ചുകൊണ്ടായില്ല. ഇപ്പോൾ പുതിയ ഫാക്ടറി തുടങ്ങാനായിട്ടുള്ള പ്ലാനാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് നീതിയുടെയും സത്യത്തിൻ്റെയും അഹിംസയുടെയും മാർഗങ്ങളെ നമുക്ക് എടുക്കാനൊക്കത്തുള്ളൂ. ആ മാർഗങ്ങളിലൂടെയുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. ഇനി അതിൻ്റേതായ ചില നിയമവശങ്ങളുണ്ട്. ആ വശങ്ങളൊക്കെ എങ്ങനെ ഫോളോ ചെയ്തിരിക്കുന്നതെന്ന് കൂടെ നോക്കിയിട്ട് വേണം കോടതിയെ സമീപിക്കാൻ. എന്നാൽ വാട്ടർ അതോറിറ്റി വെള്ളം നൽകുന്നതിനെ ന്യായീകരിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്തെത്തി. കിൻഫ്രയ്ക്ക് നൽകിയ വെള്ളത്തിൽ നിന്നാണ് മദ്യനിർമ്മാണത്തിന് വെള്ളം നൽകുന്നതെന്ന് പറഞ്ഞ മന്ത്രി റോഷി അഗസ്റ്റിൻ വാട്ടർ അതോറിറ്റിക്ക് നേരിട്ട് ഒരു ഇടപാടുമില്ലെന്ന് വ്യക്തമാക്കി. ബ്ലൂബെറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജലസേചന വകുപ്പോ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റോ എന്താ ചെയ്തത്? ജലസേചനത്തിനും കുടിവെള്ളത്തിനുമുള്ള പ്രയോറിറ്റി ഒരിക്കലും മറികടന്നിട്ടില്ല. ഒന്ന്, ഒരു കുറവുണ്ടാകാനുള്ള ഒരു തലത്തിനും അധിക ജലം ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. അവിടെ 95 ml വാട്ടർ ഉപയോഗിക്കുന്നതിൽ 10 ml ഇൻഫ്രായ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രായ്ക്ക് കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ ജലം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലെന്നുള്ളത് മാത്രമേ വാട്ടർ അതോറിറ്റി പറഞ്ഞിട്ടുള്ളൂ. വേറെ വാട്ടർ അതോറിറ്റി അതിനകത്തൊരു കക്ഷിയല്ലല്ലോ സത്യത്തിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.